കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സാധാരണ എല്ലാ വീടുകളിലും ഉണ്ടാവുന്ന ഒരു പച്ചക്കറിയാണ് ഈ നേന്ത്രക്കായ എന്ന് പറഞ്ഞത്. അപ്പോൾ നേന്ത്രക്കായ ഒരു 2 എണ്ണം വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു സൂപ്പർ ഒരു ഡിഷ്, ഒരു സൈഡ് ഡിഷാണ്. ചോറിനൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ നേന്ത്രക്കായ ഇവിടെയൊക്കെ എപ്പോഴും ഉപ്പേരി വയ്ക്കും, അതായിരിക്കും കൂടുതൽ ഇഷ്ടം. പിന്നെ നേന്ത്രക്കായ മറ്റു പല കാര്യങ്ങൾക്കും കൂട്ടുകറിക്കും എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഇതൊരു വെറൈറ്റി ആയിരിക്കും. എപ്പോഴും നമ്മൾ ഉപ്പേരി വെക്കുന്നതിന് ഒന്ന് വ്യത്യസ്തമായിട്ട് സവാളയും ഉള്ളിയും വെളുത്തുള്ളിയും ഒന്നും ചേർക്കാം, അതായത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉപയോഗിക്കാത്തവർക്കും ഉണ്ടാക്കാവുന്ന ഒരു സൂപ്പർ ഡിഷാണ്. അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി ആട്ടോ. നമ്മുടെ ചാനലിൽ ഇതുപോലത്തെ കൊച്ചു കൊച്ചു നല്ല റെസിപ്പീസ് ഉണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് പോയിട്ട് കാണാം കേട്ടോ. അപ്പൊ ഇതുപോലെ വലുപ്പത്തിലുള്ള 2 നേന്ത്രക്കായ ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് കഴുകിയിട്ട് ഇതുപോലെ നുറുക്കിയിട്ടിട്ടുണ്ട് കേട്ടോ വെള്ളത്തിൽ. അപ്പോൾ നമ്മൾ ഉപ്പേരിക്ക് നുറുക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞായിട്ട് നുറുക്കുക. ഇതിപ്പോൾ ഇത്തിരി കൂടി വലിയ കഷ്ണങ്ങളായിട്ടാണ് ഞാൻ നുറുക്കിയിട്ടിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് 2 ടൊമാറ്റോ, പിന്നെ കുറച്ച് സ്പൈസ് പൗഡേഴ്സ് വേണം. ഇത് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, അത് ആവശ്യത്തിനനുസരിച്ച് കുറയ്ക്കുകയോ ചെയ്യാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇനി വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അത് ഗ്രേറ്റ് ചെയ്തിടാം അല്ലെങ്കിൽ കുഞ്ഞതായിട്ട് അരിഞ്ഞിടാം. ഞാൻ ഇവിടെ അരിഞ്ഞാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ വേണ്ടത് ബേ ലീഫാണ്, 1-2 ബേ ലീഫ് എടുക്കാം. നമുക്ക് കുറച്ച് കായപ്പൊടി വേണം, ഒരു 1/4 ടീസ്പൂണോളം. വെളിച്ചെണ്ണ വേണം, സോൾട്ട് വേണം, ആവശ്യത്തിന് വെള്ളം വേണം. അപ്പൊ നമ്മള് പ്രഷർ കുക്കറിൽ നമ്മൾ ഈ കായ വേവിക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ ഞാൻ നന്നായി കഴുകി വെള്ളത്തിലിട്ടതാണ്. അപ്പൊ കായ നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് സോൾട്ട് ഇട്ട് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ സോൾട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3/4 കപ്പ് മാത്രം വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഒരു വിസിൽ അടിച്ചു കൊടുക്കാം കേട്ടോ. ഇത് അടച്ചു വെച്ചിട്ട് ഒരൊറ്റ വിസിൽ മാത്രം അടിച്ചാൽ മതി. അപ്പൊ നമ്മുടെ കുക്കർ തുറന്നു നോക്കാം. ഒരു വിസിലടിച്ച് അതിന്റെ ആവിയൊക്കെ പോയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് 3/4 ഗ്ലാസ് മാത്രമാണ് നമ്മൾ വെള്ളം ഒഴിച്ചത്. അപ്പൊ അതുകൊണ്ട് കണ്ട പാകത്തിന് വെള്ളമായിട്ട് ഇതേ വെന്തിരിക്കുന്നു കേട്ടോ. ഇനി നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ആയാലും കുഴപ്പമില്ല കേട്ടോ. ഇതിലേക്ക് നമ്മൾ ഇഞ്ചി അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. ഒറ്റ മിനിറ്റ് മൂപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബേ ലീഫ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ടൊമാറ്റോ 2 എണ്ണം കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച സ്പൈസ് പൗഡേഴ്സ് എല്ലാം ആഡ് ചെയ്യണം. അതിന്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ കായം പൊടിച്ചതും കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. എല്ലാം ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിനു ശേഷം നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ മൂടി കൊണ്ട് ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കുക. ഒരു 2-3 മിനിറ്റ് ആ ടൊമാറ്റോ ഒന്ന് നമുക്ക് കുക്കായി കിട്ടും. ഇപ്പൊ ഏകദേശം ഒരു 3 മിനിറ്റ് മാത്രം നമ്മൾ ടൊമാറ്റോ വേവിച്ചാൽ മതി കേട്ടോ. നമുക്ക് ഇനി കായ ഇതിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് തീ കുറച്ച് വെച്ച് വേവിക്കാനുള്ളതാണ്. നമ്മൾ വേവിച്ച് വെച്ച കായ ഉണ്ടല്ലോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഒരു 5 മിനിറ്റ് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് മൂടി വെക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റോളം നമ്മളിങ്ങനെ മൂടി വെച്ച് വേവിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു കേട്ടോ. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പം മസാലയൊക്കെ ഇതിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും.
വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്, സൈഡ് ഡിഷാണ് ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ.